VS-ന്റെ ബനിയനിട്ട് ഇംഗ്ലീഷ് ഗൾഫിൽ നിന്ന് ഓപ്പൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷില് സഖാവ് VS-ന്റെ ബനിയനിട്ട പടം ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നിട്ട് അവിടെ നിന്ന് പലരും ജോസ് മണിയേട്ടനെ വിളിച്ചിരുന്നു. നമുക്കറിയാം ഈ ടീഷർട്ടിന്റെ രണ്ടു ഭാഗവും VS-ന്റെ പടമാണ്. 10,000-കണക്കിന് VS-ന്റെ ടീഷർട്ടുകൾ സ്വയം ഉണ്ടാക്കി ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വിതരണം ചെയ്ത VS-ന്റെ ഏറ്റവും വലിയൊരു ആരാധകൻ, VS-ന്റെ ഒരു ഫാൻ ബോയ് ജോസ് മണിയേട്ടനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ടീഷർട്ട് എന്നുണ്ടാക്കാനുള്ള ഒരു കാരണം? സഖാവ് VS ഈ CPM എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ VS-നായിട്ടുള്ള ഒരു അതായത് 2006 ഈ ടീഷർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മലമ്പുഴയിൽ മത്സരിക്കാനായിട്ട് സീറ്റ് കൊടുക്കാണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഈ ടീഷർട്ട് ഉണ്ടാക്കിയത്. അത്രയും സങ്കടമായോ താങ്കൾക്ക്? അങ്ങനെ അത്ര ഇഷ്ടമാണ്. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഇന്ന് വരെ പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ല. അന്ന് VS-ന് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ താങ്കൾക്ക് വലിയ വിഷമുണ്ടാക്കി. അപ്പം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പൊ തന്നെ തിരുപ്പൂര് പോയി. പക്ഷെ ഇത് ഞാൻ കണ്ടിടത്തോളം പ്രത്യേകിച്ച് യൂണിയൻകാര് സാധാരണക്കാരും മുഴുവൻ ഈ ജോസ് മണിയേട്ടന്റെ ബനിയനായിരുന്നല്ലോ. എത്രത്തോളം ഉണ്ടാക്കിയിരുന്നെന്ന്? അന്ന് 1,00,000 മേലെ ചെലവ് ചെയ്തിട്ടാണ് അന്ന് 1,00,000 രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഈ ഇത് ചെയ്തത്. നമ്മൾ കാണുന്ന റോട്ടിൽ പോണ ആൾക്കാർക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ അതിന്റെ ബാക്കിയുള്ള കുറച്ച് ഒരു പെട്ടി ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ VS-ന്റെ ഓർമ്മകള് ഇന്നും സ്മരിച്ചുകൊണ്ട് VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി. അപ്പൊ ഈ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു താങ്കള്? സഖാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുകയും സഖാവിന്റെ മലമ്പുഴയില് സീറ്റ് കിട്ടിയതിന് ശേഷം മലമ്പുഴയിൽ പോയി സഖാവിനെ കാണുകയും ടീഷർട്ട് ഇട്ട് ആരാർപ്പണം ചെയ്യും. 10-20 ആളുണ്ടായിരുന്നു. 10-20 ആളായിട്ട് നമ്മൾ പോയി മലമ്പുഴ പോയി. പിന്നെ സമ്മേളനങ്ങളൊക്കെ വരുമ്പോ ഈ ടീഷർട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം താങ്കൾക്ക് അടുത്ത് VS-നെ കാണാനും സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്? കാണാനും സംസാരിക്കാനും പാലക്കാട് പോയി. VS-നെ കാണാൻ വേണ്ടി പാലക്കാട് മലമ്പുഴയിൽ പോയി VS-നെ മാലയിട്ട് പോയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. സഖാവ് VS-നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാനും. VS-നെ പിന്നീട് എനിക്ക് തോന്നുന്നു ഇവിടെ രാമനിലയത്തിൽ വെച്ച് താങ്കൾ വീണ്ടും കണ്ടു. രാമനിലയത്തില് പിന്നെ വീണ്ടും കണ്ടത് സുരേഷ്. ഏവർക്കും അറിയാം എന്നോട് ഈ ബനിയൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം തൃശ്ശൂര് രാമനിലയത്തിൽ കൊണ്ടുപോയി ഈ ബനിയൻ, സഖാവ് VS-ന്റെ ബനിയൻ. അതായത് VS-ന്റെ പേഴ്സണൽ സെക്രട്ടറി പോലും ഇവിടെ ജോസ് മണിയേട്ടനോട് ഈ ബനിയൻ പലപ്പോഴായി ചോദിച്ചിരുന്നു. അങ്ങനെ VS-ഉം ഇതറിഞ്ഞു. ഈ VS-ന്റെ ബനിയനിട്ട് ഇംഗ്ലീഷ് ഗൾഫിൽ നിന്നൊക്കെ തന്നെ പലവരും വിളിച്ചു. ഇങ്ങനെ ഓപ്പൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകത്തില് VS-ന്റെ ബനിയനിട്ട പടമുണ്ട്. സഖാവ് VS-ന്റെ ബനിയനിട്ട പടം ഗൾഫിലൊരു പ്രസിദ്ധീകരണത്തിൽ വന്നിട്ട് അവിടെ നിന്ന് പലരും ജോസ് മണിയേട്ടനെ വിളിച്ചിരുന്നു. അത്രയധികം ജോസ് മണിയേട്ടന് VS-നോടുള്ള സ്നേഹം, അടങ്ങാത്ത സ്നേഹമാണ് ഉള്ളത്. അദ്ദേഹം തൃശ്ശൂർ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ എപ്പോഴും വന്ന് അദ്ദേഹം പോയി കാണുമായിരുന്നു. പിന്നെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോകുമായിരുന്നു. പ്രസംഗങ്ങളും സമ്മേളനങ്ങളും എല്ലാ പരിപാടിക്കും മലപ്പുറത്തും എല്ലാ സ്ഥലങ്ങളിലും സമ്മേളനത്തിനും എല്ലാ പരിപാടിക്കും സഖാവ് VS-ന്റെ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ടീമായിട്ട് കുറുക്കഞ്ചേരിയിലെ ഹരിതം സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോയായിരുന്നു. അന്നിങ്ങനെ VS-നോടുള്ള ആർത്തിയോടുള്ളൊരു സ്നേഹം കണ്ടപ്പോൾ പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതായത് ഞാൻ ഈ ചെറുപ്പം മുതലേ പാർട്ടിക്കാരനായി ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ഫാമിലിയൊക്കെ, എൻ്റെ അപ്പനൊക്കെ കോൺഗ്രസിൻ്റെ DCC മെമ്പറും പട്ടംനാണ് പിള്ളേനെ കല്ലെറിഞ്ഞ കേസിൽ ജയിലിലൊക്കെ ഇടുന്ന് വടക്കൻ്റെ കൂടെ ഫാദർ വടക്കൻ്റെ കൂടെ KTP-യിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ അപ്പം പിന്നീട് വീണ്ടും കോൺഗ്രസ്സിൽ തിരിച്ചു പോയി. എൻ്റെ ഫാമിലിയിലെല്ലാവരും ഈ പ്രസ്ഥാനത്തോട് വളരെ അടുപ്പവും കൂറുള്ളവരാണ്. എൻ്റെ ചേട്ടൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, എൻ്റെ അനിയൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. നമ്മൾ സാധാരണ പാർട്ടി പ്രവർത്തനമാണ് ഞാനിപ്പോൾ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറോ സാധാരണ 50 വർഷത്തിന് മേലെയായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന കുരിയച്ചിറയിലെ തന്നെ 5-6 സ്ഥലത്ത് ഞാൻ താമസിച്ച കാരണം കുരിയച്ചിറയിൽ തന്നെയല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. ഇതൊക്കെ വന്നപ്പം താങ്കൾ കാണാനൊക്കെ ശ്രമിച്ചിരുന്നു VS-നെ? ശ്രമിച്ചു, പക്ഷെ അത് കാണാൻ പറ്റില്ല എന്നുള്ള എല്ലാവരുടെയും ഇത് പറഞ്ഞോടുകൂടി പിന്നെ പോകാൻ പറ്റിയില്ല. സഖാവ് VS തന്നെയാണ്. VS-ന്റെ മാതിരി വേറൊരാള് ഇനി ഉണ്ടാവില്ല. VS എന്ന് പറഞ്ഞാൽ VS തന്നെയാണ്, വേറൊരു ആളെയും അതിനെ കമ്പയർ ചെയ്യാൻ VS-ഉമായിട്ടൊരു സമാനതകളില്ല എന്നാണ് ജോസ് മണി ചേട്ടൻ പറയുന്നത്. തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പിതാവിന് തുല്യമായിട്ടുള്ള ഒരു നേതാവാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സഖാവ് VS. കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ ചങ്കുറ്റത്തോടെ പറയുന്ന ഒരേ ഒരു നേതാവ് VS തന്നെയാണെന്നാണ് ജോസ് മണി ചേട്ടൻ പറയുന്നത്. അത്രയധികം അദ്ദേഹത്തിന് VS-നെ ഇഷ്ടമാണ്. VS-ന് നമുക്കൊരു ഇൻക്ലാബ് കൊടുത്തിട്ട് തന്നെ നമുക്ക് പിരിയാം. ഇൻക്ലാബ് സിന്ദാബാദ്, സഖാവ് VS സിന്ദാബാദ്.